സമ്പർക്കം ജനങ്ങളായിട്ടുള്ള സമ്പർക്കങ്ങളൊന്നുമില്ല. നമ്മള് എപ്പോഴും ഒരു ഇതായിട്ടിരുന്നിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലത്തില്ല. പക്ഷെ അത് പിന്നെ കാലം മാറി വന്ന് ശരിക്കും അങ്ങനെയാണെങ്കിൽ അന്ന് ജനകീയ നേതാക്കൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ജനകീയമായിട്ട് അപ്പൊ ലീഡർ തന്നെ മതിയായിരുന്നല്ലോ. ലീഡറിന്റെ ഒരു പവർ എന്നൊക്കെ പറയുമ്പോൾ ലീഡറിന്റെ കാലം കഴിഞ്ഞിട്ട് ചാണ്ടി സാറുണ്ട്, അങ്ങനെ നയിക്കാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പോലും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ശ്രീത്തെ. കാരണം യുവനിര, കോൺഗ്രസിന്റെ ഒരു യുവനിര ശക്തമായിട്ട് വന്നു. പിണറായിക്കെതിരെ പിണറായി എന്ന് കൈ ചൂണ്ടി ചോദ്യം ചെയ്യാനുള്ള രീതിയിൽ ആൾക്കാർ വന്നതാണ്. അപ്പോൾ അതിൽ നമുക്കറിയാം ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാം, മറ്റൊരു വിഷയമാണ് അല്ലേ. നമുക്ക് ഒരു വിമൻ ആ പ്രശ്നങ്ങളും അങ്ങനത്തെ ഇതായി വന്നു കഴിഞ്ഞപ്പം അവിടെ ഇമേജ് പോയി. പക്ഷെ അവിടെ പോലും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഞാൻ ആലോചിച്ച് നോക്കും, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേറ്റത്തെ കോഴിത്തരം കാണിക്കുന്ന ആൾ മുകളിലേക്ക് കയറി പോവാണ് അല്ലെ. ഒരു പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമായിട്ട് ആരോപണം വന്നു കഴിഞ്ഞാൽ ബാലൻ സഖാവും ശ്രീമത് സഖാവും വന്നിട്ട് തീവ്രത വളർന്നിട്ട് വലിയ ചെറുതായി പോയെന്ന് പറഞ്ഞിട്ട് കൂടെ നിന്ന് വെളുപ്പിക്കാൻ. ഇപ്പൊ വെളുപ്പിക്കണം എന്നല്ല പറയുന്നത്, പക്ഷെ ഒരു നേതാവ് MLA ആണല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.